ഇതിനകത്ത് കൂടുതലും ബൈക്ക് വരാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കയറി വരത്തില്ല. വഴി ഫുള്ളും ചെറുതാണ്, ഇത്ര ഉള്ള ആകെ. അത് ഇതിനകത്ത് ഇരട്ടി ആ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഇതേ ഉള്ളൂ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പന്തൽക്കുടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. അപ്പം പൊതുവെ നമ്മളിപ്പം ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ മാത്രമല്ല, ഫാമിലി നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പം ഇപ്പോൾ പന്തൽക്കുടി എന്ന് പറഞ്ഞുള്ള ഇതിനു മുമ്പ് ഇവിടെ ഒരു ഗ്രാമമൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഇപ്പം വീട് കാര്യങ്ങളൊക്കെ വന്നത്. അതെല്ലാം കൂടി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ല് എനേബിൾ നോക്കുക. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ പന്തൽക്കുടി നിന്ന് നമ്മൾ സ്ഥലത്ത് വരുന്നതിന് മുമ്പേ ഞാൻ കൊല്ലത്തുനിന്ന് വന്ന വഴി പറയാം. ചുരുക്കിയെന്ന് പറയാം. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് കൊല്ലത്ത് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് വൃദ്ധനഗറി വന്നിട്ട് അവിടെ നിന്ന് 2 ബസ് കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ ഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇടുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പന്തൽക്കുടി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ബൈപ്പാസാണ് വരുന്നത്. ബൈപ്പാസിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു ഇടവഴിയാണ്. അതായത് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ ഇടുക്ക് വഴിയാണ്. അത്യാവശ്യം ഒരു ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ ഈ പന്തൽക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അകത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബൈക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് അലൗഡ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് മാത്രമേ വരത്തുള്ളൂ. ഓട്ടോ ഒന്നും വരത്തില്ല. ഓട്ടോറിക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കയറി വരത്തില്ല. അത്രയ്ക്ക് ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വീട് പോലും പണിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. വീടിന് നമ്മൾ പണിയുന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ആവും. അതിൽ ഡബിൾ മടങ്ങാണ് ഒരു ലോഡിൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വീട് അടുത്തുണ്ടായിട്ട് പോലും നമ്മളൊരു സാധനങ്ങൾ പോലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡബിൾ മടങ്ങ് ചിലവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടി പോലും ഇതിനകത്തോട്ട് കയറി കൊണ്ടുവരത്തില്ല. അതായത് നമ്മൾ ഉന്തുവണ്ടി ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ പാറ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അതുപോലും കയറുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ആ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഇതിനകത്തൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള വീടുകളുണ്ട്. അതേപോലെ പഴയ ഡിസൈൻസും ഉള്ളതുണ്ട്. അപ്പോൾ ഇവർ ഈ വീട് പണിയുമ്പോഴത്തേക്കുള്ള അന്നത്തെ വർഷം അവർ ഇതിനകത്ത് എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും സൈഡിൽ കാണും. അപ്പോൾ ഇതിൻ്റെ 2 ക്യാമറമാൻ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടും പിടിച്ചേരാണ്. ഒന്ന് ഹേമയും ഒന്ന് ദച്ചു. ഇവർ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഹേമ ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, ഈ ഒരു മതിലുണ്ടോ? അപ്പോൾ ഇതിനോട് ഈ ഏരിയയിൽ നമ്മൾ ഈ ഒരു വീട് ഇപ്പം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈ മതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പെർമിഷൻ വേണം. ഇവർ പെർമിഷൻ അല്ലാതെ ഈ മതിലിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് റിസ്ക് എന്ന് പറയാൻ കാട്ടി അവരെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഫോളോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മാക്സിമം ഇതിനകത്ത് ഇനിയിപ്പം നാളെ നമ്മൾ കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഇവിടെ ഡാൻസ് തുടങ്ങി കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ അടുപ്പിച്ച് മൊത്തം വീടുകളാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ഏകദേശം ഒരു ബൈക്ക് പോകാനുള്ള വഴി ഒഴിച്ച് ബാക്കി എല്ലാം വീടാണ്. വഴി ഫുള്ളും ചെറുതാണ്, ഇത്ര ഉള്ള ആകെ. അത് ഇതിനകത്ത് ഇരട്ടി ആ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഇതേ ഉള്ളൂ. കണ്ടാ, ഇതൊരു ഇടുക്ക് വഴിയാണ്. കറക്റ്റ് ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ. ഇതാണ്ടാ, ഇത്രേ വഴിയുള്ളൂ. ഈ വഴി കൂടെ വേണം വരാൻ. ഇവിടുന്ന് ബൈക്ക് കയറണമെങ്കിൽ കുറച്ച് പാടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വരണം. ഇതൊരു വഴിയാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് കയറുന്നത്. കണ്ടോ, ഇതൊരു വഴി തന്നെയാണ്. വഴി മാറിക്കഴിഞ്ഞാൽ പെട്ടുപോകും. ഏത് വഴിയിലോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഞാനെങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വഴി മാറിപ്പോവും. കണ്ടതാ, ഇതൊരു വഴി കേട്ടോ. നേരെ താണ്ട ഇങ്ങനെ കയറാം. അല്ലെങ്കിൽ ഇങ്ങനെ പോയി കറങ്ങിപ്പോണം തോന്നും. പക്ഷേ ഇവിടെ വഴി കാണുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇവിടത്തുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാണ്.
ഇത് നമ്മുടെ കയൽക്കുട്ടിയാണ് വരുന്നത് ഇവിടെ വന്ന്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വഴി വിട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൽ പോയിട്ട് തിരിച്ച് ഇവിടെയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചിനകത്ത് കയറാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉടനെ ഒരാൾ കൂടെ വന്നു, കയൽക്കുട്ടി. എൻ്റെ പക്കം ഇതാണ്ട് ഈ വഴിയാണ് കേട്ടോ. ഇതുണ്ടോ ഈ ഇടുക്ക് വഴിയിലൊക്കെയാണ് പോകേണ്ട അവസ്ഥ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്ത് വിടാം. മോർണിംഗ് തന്നെ നമ്മൾ അടിച്ച് ഏകദേശം ഒരു 5 മണിക്കകത്ത് വെച്ചാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 6 മണിക്കകത്ത് വെച്ചാൽ നമുക്ക് വണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കയറി നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവാണ്. ഫുള്ളും നമ്മൾ ഇതിനകത്ത് ഇടുന്ന സ്കിപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. അത് നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ടോ, കാണാൻ പറ്റുമോ? കാണാം, നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്ത സൂര്യകാന്തി തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. തെങ്കാശിയിലല്ല, ഇത് തമിഴ്നാട്ടിലെ നമ്മളെ പാൽക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇടയ്ക്ക് തെങ്കാശി ട്രിപ്പിന് പോയപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ ഗാർഡൻ ആ ഒരു സീസണല്ല, ജൂൺ ജൂലൈ സീസണാണ് ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ വേണ്ട, ഇതിൻ്റെ ഫുള്ളും വയലാണ് സൂര്യകാന്തിയുടെ. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങോട്ട് വണ്ടിയിൽ പോയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് എടുക്കുന്നത്. അപ്പം ഈ സൂര്യകാന്തിയുടെ ഒരു വട്ടം പടരുമ്പോഴത്തേക്ക് ഫുള്ളും മേളി വന്ന് നിൽക്കാം. മറ്റേത് താന്ന് കിടന്നത് ഡള്ളായിട്ട്. വേറെ ലെവല്. നോക്കി പോങ്ങ. ഇതിപ്പോൾ നല്ലൊരു കിടില സ്പോട്ടാണ്. അപ്പം മിസ് ചെയ്യരുത് കേട്ടാ. ഫുള്ളും അതായത് ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഫുള്ളും കണ്ടാണ്. ഇപ്പോൾ ഇവിടെയാണ് ഇറങ്ങി നമ്മൾ എടുക്കുന്നത് തന്നെ. അപ്പം പറ്റുമെങ്കിൽ കുറച്ചും കൂടി വീഡിയോ എടുത്ത് വെക്കാം. ഓക്കെ, മൊത്തം ഒരു രക്ഷയില്ല കേട്ടോ. തെങ്കാശി പോയപ്പോഴത്തേക്ക് തെങ്കാശി ഒന്നും കാണാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ആ സീസണും അല്ലായിരുന്നു. പക്ഷെ ഇത് ഓക്കെ, ഇനിയിപ്പം സീസൺ തുടങ്ങിയെന്നുള്ള അറിയത്തില്ല. ഇവിടെ ഫുള്ളും സൂര്യകാന്തിയുടെ മൊത്തം. നന്നോ ಐಸ್ ಇದೆ. ಹಾಂ ನೋಡ್ರಿ ಕೊಡೋದು. ಮತ್ತೆ തണുപ്പാ ഇവക്ക് ഇവനെ കൊടുക്കണോ? അപ്പോൾ ഇന്നത് നമ്മുടെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ തിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മളിവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറിനാണ് ഇവിടുന്ന് എട്ടയപുരം പാലസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇതിനായിട്ട് കുറച്ചും കൂടി നല്ല ലെവലിലാണ്. അപ്പം 150-200 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു വീട് തന്നെയാണ്. അപ്പം പണ്ടൊക്കെ രാജാമാരൊക്കെ താമസിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടം നമ്മൾ ഇവിടെ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്, പക്ഷെ നടന്നില്ല.
അപ്പോൾ അടുത്ത വട്ടം നമ്മൾ അതും കൂടി ഒന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഉടൻ തന്നെ വരും. ഇച്ചിരി ഡിലേ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ താമസിച്ച വീടിൻ്റെയും അടുത്തൊരു പാർട്ട് 2 എന്നുള്ള രീതി ഇടാനാണ്. ഇപ്പോൾ ഓൾറെഡി ഇച്ചിരി ലെങ്തിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്ന മാക്സിമം എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം അതിൽ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ് 6:30 ആവാറായി. അപ്പം ഇപ്പോൾ ഈ ചുറ്റുപാടുള്ള മൊത്തം കോടമഞ്ഞ കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലാണ് ഇറങ്ങി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.